ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്ന കാരണവും എനിക്ക് ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് അക്ഷയയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ഇടാൻ നമുക്ക് പറ്റിയില്ല. ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ നടത്തിയത് ഇന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. അങ്ങനെ കട്ടൻ ചായ ഇട്ട് എനിക്കും ഉമ്മാക്കും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം പാത്തു എണീച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് മാവ് തലേന്നേ അരച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇഡ്ഡലി ആദ്യത്തെ തട്ടിൽ തന്നെ വെച്ചിട്ട് റെഡിയായി പുഴുങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി, വെള്ളച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചമുളകൊക്കെ ഇട്ട് അരക്കത്തില്ലേ, അതുപോലെ വെള്ളച്ചട്ടണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ തട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൽ കമൻസ് വന്നത് മൊത്തം നിങ്ങളെന്താ ലോങ് വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിൻ്റെ കാരണം, ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൊക്കെ അങ്ങനെ ഞാൻ പറയാറുണ്ട്. എൻ്റെ മൊബൈലിൽ കുറച്ച് സ്റ്റോറേജ് പ്രശ്നം കാരണം ലോങ് വീഡിയോ അപ്ലോഡാക്കാൻ മാത്രമല്ല സേവ് ആക്കി എടുക്കാനും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കരുതിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, അത് പ്രശ്നം മാറിയോയെന്ന് ചോദിച്ചാൽ മാറിയിട്ടൊന്നുമില്ല. ഞാനിപ്പം വേറൊരു മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത്. വാപ്പാടെ മൊബൈൽ എടുത്തിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്ന് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. എന്തായാലും എനിക്ക് ഇന്നലത്തെ കമൻസിൽ നിന്നൊന്ന് മനസ്സിലായി എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടെന്നുള്ളത് കേട്ടോ. അത് തന്നെ വലിയ സന്തോഷമാണ്. ലോങ് വീഡിയോ വേണം എന്ന് പറയുന്നത് എന്തായാലും വീഡിയോ ബോറിംഗ് അല്ലാത്തതുകൊണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ അരി അടുപ്പിലിട്ടിട്ടാണ് പോയത് കേട്ടോ. ചോറ് വെക്കാനുള്ള കാര്യം കൂടെ ചെയ്തിട്ട് അങ്ങ് പോയി. അപ്പോൾ ചക്ക അമ്മച്ചി അടത്തിട്ട് അത് വെട്ടിപ്പറിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്. ഞാനും അനിയത്തിയും കൂടെ പോയത്. പാത്തുവിന് ഇന്നലെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്തു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഒന്ന് ചിടുങ്ങിയിരുന്നെങ്കിലും പിന്നെ അങ്ങ് മാറി. അക്ഷയയിലല്ലേ പോകുമ്പോഴത്തേക്കും വലിയ പാടായിരിക്കും. ഇവക്കാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ക്ഷമിച്ചിരിക്കാനെന്നുള്ളൊരു കഴിവൊന്നുമില്ല. കൊച്ചുങ്ങളല്ലേ, അതുകൊണ്ട് അവർക്ക് ഭയങ്കര അങ്ങനെ അടങ്ങി ഒതുങ്ങിയൊന്നും ഇരിക്കത്തൊന്നുമില്ല. നമുക്കവിടെ മൊത്തം തിരക്കും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അക്ഷയ പോയത് മറ്റൊന്നിനല്ലോ, ഉമ്മയുടെ പെൻഷൻ പുതുക്കി കൊടുക്കാനായിരുന്നു കേട്ടോ. അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നും 10 ദിവസം താമസിച്ചു കേട്ടോ പുതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെയാണ് അതിന് വേണ്ടി കിട്ടിയത്. അപ്പോൾ ഇന്നലെ പോയി അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. ഏകദേശം ഒരു 10-11 മണി അടുപ്പിച്ചിട്ടാണ് വീണ്ടും തിരിച്ചു വന്നത് വീട്ടിൽ. അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നും തിരക്കുണ്ട്, ഇന്നലെ അതിൽ നിന്നും തിരക്കുണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പയറുണ്ടല്ലോ, ചെറുപയർ ഞാൻ ഫ്രിഡ്ജിൽ എപ്പോഴും എന്തോ തോരനോ കറിയോ എന്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതങ്ങ് മറന്നുപോയി കേട്ടോ. ഫ്രിഡ്ജിലിരുന്ന് അത് മുളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ സാലഡ് കഴിച്ചിങ്ങനെ സാലഡാക്കി കഴിക്കത്തല്ലോ, അതുപോലെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെടുത്ത് ഒന്ന് ചവച്ച് വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് അതങ്ങോട്ട് പറ്റുന്നില്ല. ഉമ്മ അവിടെ കിടന്ന് എന്നെ അങ്ങ് വഴക്കുറച്ചില്ലായിരുന്നു കേട്ടോ, അങ്ങനെ ഓരോ സാധനം നശിപ്പിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് പുഴുങ്ങി കുറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും അകത്താക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വാഴക്കൂമ്പ്. അത് വെച്ചിട്ടുള്ളൊരു തോരനും ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു റോസ്റ്റും ഒക്കെയാണ് ഇന്നത്തെ ഒരു വിഷയം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, നാടൻ മാങ്ങയാണ്. അപ്പോൾ നാടൻ മാങ്ങയാണ് പുളിശ്ശേരിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പം അതെടുത്തിട്ടുണ്ട്. 2-3 കാന്താരി മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മോര് കറിക്ക് അരക്കത്തില്ലേ, തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വെളുത്തുള്ളി, കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു. അത് നമ്മളിതിലേക്ക് വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല കട്ട തൈര്, നല്ല നാടൻ തൈരും കൂടെയൊക്കെ ഒഴിച്ച് ഇളക്കി അതിലേക്ക് കുറച്ച് കടുകും കൂടെ വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയി. ഞങ്ങൾ അക്ഷയ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മ അവിടെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്കപ്പുഴുക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൂടെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിൽ അക്ഷയ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു കൊഞ്ചിൻ്റെ പൊടി മേടിച്ചു. കൊഞ്ച് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉണക്കക്കൊഞ്ചിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 20 രൂപയുടെ ഒരു ചെറിയൊരു പാക്കറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കക്കൊഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ. അഥവാ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വെക്കുന്ന ചമ്മന്തിപ്പൊടി വേറൊരു ഇഷ്ടമുണ്ട്. പക്ഷേ ഇതുപോലെ റോസ്റ്റ് പരുവത്തിനെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ നമ്മളൊരു പറ ചോറുണ്ണും എന്ന് വെറുതെ പറയുന്നതല്ല.
നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് മാത്രമേ കമൻറ്റ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് കൊഞ്ച് മേടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വരാൻ വെച്ചതിന് ശേഷം എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞ് പൗഡർ പോലെ ആയി പോകരുത് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്രയും മതി. അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കും. അതേ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും ഇഞ്ചിയും, ലേശം ഇഞ്ചി മതി കേട്ടോ, ഒരുപാട് ഇഞ്ചി വേണ്ട. പക്ഷേ വെളുത്തുള്ളി അധികം വേണം. വെളുത്തുള്ളി ആകുമ്പോൾ ഈ ഗ്യാസ്, നമുക്ക് ഈ വയറിനൊക്കെ പ്രശ്നം, കൊഞ്ചൊക്കെ കഴിക്കുമ്പം ചിലപ്പം നമുക്ക് വയറുവേദനയൊക്കെ എടുക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ചധികം വെളുത്തുള്ളി ഇടാം. അപ്പോൾ ഒരു ഇച്ചിരി ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കണ്ട, നമ്മളൊന്ന് കുത്തിയെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഒന്ന് കിലുകിലോ ആകണം കേട്ടോ കറിവേപ്പിലയൊക്കെ. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സവോള ഉപ്പിടുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി കിട്ടുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ കൊഞ്ചിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയപ്പോഴത്തേക്കും ക്രിർ അത്രയും മതി. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരടി കേട്ടോ, ഒറ്റയടി അത്രയും മതി. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരുപാടങ്ങ് പൗഡർ പോലെ ആയി കിട്ടരുത്. ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കടിക്കാനും കിട്ടണം, കൊഞ്ചതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കടിക്കാനും കിട്ടണം കേട്ടോ. തീരെ പൊടിക്കൊഞ്ചുണ്ടല്ലോ, ഈ പൊടി പോലെ ഇരിക്കുന്ന കൊഞ്ചുണ്ട്, അതാണെങ്കിൽ പൊടിക്കുകയും വേണ്ട കേട്ടോ. ഒരുവിധം ഇച്ചിരി വലുതൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പൊടിച്ച് ചേർക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി മുളക് പൊടി. ഈ മുളക് പൊടി അല്ല കേട്ടോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ മുളക് പൊടിയല്ല ഇടേണ്ടത്, ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ ഉണക്ക മുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഇല്ല, ഇതിൽ രണ്ട് സാധനമില്ല. ഒന്ന് ചില്ലി ഫ്ലേക്സ്, നമ്മളെ ഉണക്കമുളക് പൊടിച്ചതും തക്കാളിയും വേണമായിരുന്നു. അപ്പോൾ അത് രണ്ടുമില്ല. അപ്പം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. തക്കാളി മൊരിഞ്ഞ് നല്ലതുപോലെ ആ സവാളയിൽ കിടന്നൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കൊഞ്ചുണ്ടല്ലോ, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൊഞ്ച് അതിലേക്ക് തട്ടിക്കൊടുത്ത് മിക്സാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ ചോറുണ്ണാം. നമ്മൾ ഈ ചട്ടിയിലേക്ക് ചൂട് ചോറും ഇട്ടിട്ട് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ഇത് കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എന്തായാലും ഉണക്കക്കൊഞ്ച് മേടിക്കുന്ന സമയം നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ, ചില ആളുകൾക്കൊന്നും ഉണക്കമീൻ അത് ഇഷ്ടമല്ല, ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കൂ, ഒരു ദിവസമെങ്കിലും കഴിച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ചോറൊക്കെ ആയപ്പോഴത്തേക്കും എന്തായാലും ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ചക്കയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഈ ചോറ് കഴിക്കുന്നത്. അതുകൊണ്ട് ചോറും അതുപോലെ നമ്മൾ ഉണക്കക്കൊഞ്ച് റോസ്റ്റ് അതും കൂടെ ഇട്ടിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലെങ്ത് കുറവാന്ന് പറഞ്ഞില്ലേ, ഇത് ശരിക്കും ഞാൻ വാപ്പാടെ മൊബൈലിൽ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ തന്നെ കിട്ടുമെന്ന് എനിക്കറിയാം, കാരണം എൻ്റെ മൊബൈലിനെക്കാട്ടി കൂതറ ഫോണാണ് വാപ്പാടെ ഫോൺ. അപ്പോൾ അതിലേക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, സേവ് ആക്കി എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, കിട്ടി. ഇനി ഇതിൽ നിന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാര്യം. ഇനി അങ്ങനെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ബാക്കിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരോട് പറയാണ് കേട്ടോ, ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും, ടാറ്റാ, ബായ്.